ശ്രീ എം ജയചന്ദ്രൻ, ഉത്തരേന്ത്യയിൽ ഇത് ആവർത്തിച്ച് നടക്കുന്ന സംഭവങ്ങളാണ്. അതിന്റെ ആവർത്തനം ഇത്തവണയും ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ ദൗർഭാഗ്യവശാൽ ഈ ദിവസം തന്നെ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നു. പക്ഷേ നമ്മൾ അഭിമാനം കൊള്ളുന്ന നമ്മുടെ നാട്ടിൽ പാലക്കാട്ടും അതിന് സമാനമായ ഒരു സംഭവം അരങ്ങേറി. അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ നടക്കുകയും ഐക്യദാർഢ്യ പരമായിട്ടുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്തുവെങ്കിലും ആ അനിഷ്ട സംഭവം അങ്ങനെ ഒന്ന് കേരളത്തിലും അരങ്ങേറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പടർന്ന് പന്തലിക്കുകയാണോ രാജ്യമെമ്പാടും? രേണുക, ആദ്യം തന്നെ രേണുകയ്ക്കും ഈ പാനലിസ്റ്റുകളായ വടക്കേക്കര അച്ഛനും നന്ദുവിനും ന്യൂസ് 18 മുഴുവൻ പ്രേക്ഷകർക്കും എൻ്റെ ഊഷ്മളമായ ക്രിസ്മസ് ആശംസകൾ. ഇത് ഈ പിന്നെ ഇപ്പൊ ഈ ഡിബേറ്റ് അരമണിക്കൂർ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകന്റെ ഈ സമനില തെറ്റുന്ന രീതിയിലാണല്ലോ ഇവിടെ നടക്കുന്ന സംഭാഷണങ്ങളെല്ലാം ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന രേണു. കഷ്ടം കേട്ടോ. ഈ ഒരു കാര്യം പറയാം, ഒരു കാര്യം ഡാറ്റയാണ്. ഞാനെന്തായാലും ഡാറ്റയൊന്നുമല്ല. പിന്നെ ഇത് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം എന്നൊരു സംഘടനയുണ്ട്, ക്രൈസ്തവ സഭകളുടെ ഒരു നേതൃത്വമുള്ളതാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം. അവര് നൽകിയിട്ടുള്ള സമൂഹത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള, സമൂഹം അറിയണമെന്ന് കരുതി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഡാറ്റയിൽ പറയുന്നത് BJPയുടെ ഭരണത്തിന് കീഴിൽ ക്രിസ്ത്യൻ വിരുദ്ധ സംഭവങ്ങളുടെ ദേശീയ വർധനവിനെ കുറിച്ച് ആ ഡാറ്റയിൽ പറയുന്നു. 2014 അത് 127 കേസുകളായിരുന്നു ഇന്ത്യയിലെമ്പാടുമായിട്ടുണ്ടായിരുന്നത് എങ്കിൽ 2024 ഡിസംബറിലാകുമ്പോഴേക്ക് അത് 834 ഉയർന്നിട്ടുണ്ട്. ഇത് ഡാറ്റയാണ്, ആ ഡാറ്റ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. ഒന്ന്. അടുത്ത വേറൊരു കണക്ക്, ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ആത്മമിത്രം എന്ന് അദ്ദേഹം തന്നെ പറയുന്ന ആളാണല്ലോ US പ്രസിഡന്റ്. അത് ആ US കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം, USCIRF, അവരും ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും തുടങ്ങിയവര് പ്രസിദ്ധീകരിച്ചിട്ടുള്ള റിപ്പോർട്ടുകളിൽ BJP നയിക്കുന്ന ഇന്ത്യൻ സർക്കാരിന് കീഴിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരായ വിവേചനപരമായ നയങ്ങൾ, വിദ്വേഷകരമായ വാചാടോപങ്ങൾ പറഞ്ഞിരിക്കുന്നത്, ആ വാചാടോപങ്ങൾ ഒക്കെ നിരന്തരം പിന്നെ വർദ്ധിച്ചു വരിക മാത്രമല്ല അസംഖ്യം വർദ്ധിക്കുന്നു എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഇത് ഡാറ്റയാണ്. ഞാനോ നന്ദുവോ വടക്കേക്കര അച്ഛനോ രേണുകയോ സമ്പാദിച്ച് പുറത്തുവിടുന്ന വിവരങ്ങളൊന്നും അല്ല. മറ്റൊന്ന്, പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പിന്നെ അച്ഛൻ പറഞ്ഞല്ലോ, എടുത്തെടുത്ത് പറഞ്ഞല്ലോ, പിന്നെ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഡൽഹി, മഹാരാഷ്ട്രയില് നമ്മൾ ചർച്ച ചെയ്തതാണല്ലോ നേരത്തെ തന്നെ. ഒരു MLA ക്രൈസ്തവ പുരോഹിതന്മാരെയും ക്രൈസ്തവ സ്ഥാപനങ്ങളെയും വിദ്യാലയങ്ങളൊക്കെ ആക്രമിച്ചാൽ 3 മുതൽ 11 ലക്ഷം രൂപ വരെ ഇനാം കൊടുക്കും ഇന്ന് പ്രഖ്യാപന ദേശീയ ചർച്ച നടന്നില്ലേ? ഇല്ലേ? അപ്പൊ നന്ദൂര് പറയാം, ഇത് BJPയുടെ തല ഇതെല്ലാം കൂടെ വെച്ച് കെട്ടണ്ട പറയാം. അത് നിങ്ങൾക്കൊന്ന് പറയാനുള്ള രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം പിന്നെ ഇന്ത്യ രാജ്യത്തുള്ളതുകൊണ്ട് നിങ്ങൾക്കത് പറയാം. പക്ഷെ നന്ദു, ഒരു പ്രശ്നമുള്ള എന്താണെന്നറിയാമോ? മതന്യൂനപക്ഷങ്ങളെ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മതന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കുന്ന നിലപാട് സ്വീകരിക്കണം എന്ന് ഭൂരിപക്ഷ സമുദായങ്ങളോട് ആവശ്യപ്പെട്ടത് ഇന്ത്യൻ ഭരണഘടനയാണ്. അതുകൊണ്ടാണ് മതന്യൂനപക്ഷങ്ങൾക്കായി മാത്രം ചില പ്രത്യേക അവകാശങ്ങൾ തന്നെ ഭരണഘടന നൽകിയിരിക്കുന്നത്. പക്ഷെ നിങ്ങളോ മതന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്താനാണ്, നിരന്തരം ഭയത്തിന്റെ കീഴിലാക്കി. ഞാൻ മണിപ്പൂരിന്റെ കാര്യം പറയേണ്ട കാര്യം ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നതേ ഇല്ല. അതടക്കം എത്ര സംഭവങ്ങൾ. പാലക്കാട് പുതുശ്ശേരിയിൽ ഡിസംബർ 22-നായിരുന്നു അവിടുത്തെ പ്രശ്നമെങ്കിൽ ഇന്നലെ ആണ് ആലപ്പുഴയിൽ 2 കലോത്സവങ്ങൾ നടന്ന ഏറ്റുമുട്ടുന്നത്. അത് ഏറ്റുമുട്ടൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ അകത്ത് ആരാണ്? താങ്കളെപ്പോലെ BJPയുടെ വക്താവായി ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്നവർക്ക് നിശ്ചയമായും അറിയാത്തതാവില്ല അത് അങ്ങനെയാണ് എന്നുള്ളത്. അതുപോലെ തിരുവനന്തപുരത്തെ പ്രസിദ്ധമായ വിദ്യാലയത്തിൽ ക്രൈസ്തവ പിന്നെ ഈ ഗൈഡ് ലൈൻസിൽ അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ക്രൈസ്തവ ദർശനങ്ങളോ ക്രൈസ്തവ സ്നേഹം പഠിപ്പിക്കുന്നതുമായ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അത് അവർക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്നറിയാമോ നന്ദു?
ക്രൈസ്തവ സ്നേഹം എന്ന് അറിയാതെ വന്നു പോയിട്ടുണ്ട് അതിൽ കേട്ടോ. ആ ഒരു ഉത്തരവിൽ, സർക്കുലറിൽ. അപ്പൊ ക്രൈസ്തവർ പഠിപ്പിക്കുന്ന സ്നേഹമാണെന്നുള്ളത് അറിയാതാണെങ്കിൽ അംഗീകരിക്കുന്നത് ഈ കൂട്ടർ. അത് മറ്റൊരു സംഗതി. എന്തിനാണിത്? അതാണല്ലോ നമ്മുടെ ഇന്നത്തെ ഡിബേറ്റിന്റെ ന്യൂക്ലിയസ്. അതാണല്ലോ, എന്തിനാണ് ഇത് ചെയ്യുന്നത്? കേരളത്തിൽ കാസ പോലുള്ള സംഘടനകളുണ്ട്. അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കാസയുടെ വക്താക്കളായിട്ടുള്ളത് എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാനതൊന്നും ആവർത്തിക്കാനോട് ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് നമ്മളെല്ലാം കേട്ട് തഴമ്പിച്ചു കഴിഞ്ഞതാണ്. ഇത് കേരളത്തിൽ നടക്കുന്നത് ഒരുതരം ഭയപ്പെടുത്തി ഒതുക്കാനുള്ള മാനസികമായ ഭീഷണികളാണ് നടക്കുന്നത് മുഴുവനും കേരളത്തിൽ. മറ്റു പ്രദേശങ്ങളിൽ അതല്ല അവസ്ഥ. കേരളത്തിൽ എന്തുകൊണ്ട് ഇത് നടക്കുന്നു എന്നുള്ളത് ചോദിച്ചാൽ ഇത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ മാത്രമല്ല കേരളത്തിൽ നടക്കുന്നു എന്നുള്ളൊരു വിചിത്രമായ പ്രത്യേകത കേരളത്തിൽ ഉണ്ട് കേട്ടോ. അതെന്താണെന്നറിയുമോ? ഓണക്കാലത്ത് നിങ്ങൾ ഇപ്പൊ പറയുന്നത് എന്താണ്? കഴിഞ്ഞ കുറെ വർഷങ്ങളായി ആചരിക്കപ്പെടേണ്ടത് മഹാബലിയല്ല, വാമനനാണ്. അതാണ് ഓണത്തിന്റെ സന്ദേശം, വാമനന്റെ സന്ദേശമായിരിക്കണം എന്ന് പ്രചരിപ്പിക്കാൻ നിരന്തരം ശ്രമിക്കുന്നവരാണ് കഴിഞ്ഞ കുറേ കാലമായി BJP ഉൾപ്പെടെയുള്ള പരിവാർ സംഘടനകളെല്ലാം. എന്നിട്ട് എന്തായി അതിന്റെ ഒരു ആക്സസിബിലിറ്റി, അല്ലെങ്കിൽ ജനങ്ങൾ അതിനെ എങ്ങനെയാണ് സ്വീകരിച്ചത് എന്നുള്ളത് ഒന്ന് മെഷർ ചെയ്യാൻ നിങ്ങൾ എന്തെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ എന്നൊന്നും സംഘടനാപരമായി ഇപ്പൊ BJPക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ നിങ്ങളുടെ പരിവാർ സംഘടനകളെ കുറിച്ച് പഠിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ്. 85ഓളം സംഘടനകളുണ്ട് നിങ്ങളുടെ ഈ പരിവാർ പ്രസ്ഥാനത്തിൽ. ഇവരെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന പല വിധത്തിലുള്ള ജോലികളാണെങ്കിലും ഒറ്റ അംബ്രലയുടെ കീഴിലാണ്. ആ അംബ്രലയുടെ ഹെഡ് ഓഫീസ് നാഗ്പൂരിലാണ്, അവർക്ക് അറിയുകയും ചെയ്യാം. അപ്പൊ അവിടെ അറിയാതെ ഇവിടെ ഛത്തീസ്ഗഡിലോ മധ്യപ്രദേശിലോ മണിപ്പൂരിലോ ഡൽഹിയിലോ കേരളത്തിലോ മറ്റേതെങ്കിലും സംസ്ഥാനത്തോ ഒരു കാര്യവും നടക്കില്ല. അത് നിങ്ങളുടെ പുറത്ത് വെച്ചു കെട്ടാൻ ഞാൻ വരുന്നില്ല. അച്ഛൻ പറഞ്ഞത് ആ സഭയുടെയും അദ്ദേഹം നിൽക്കുന്ന ആ ഒരു ക്രൈസ്തവ സഭയിലെ അൽമായരുൾപ്പെടെയുള്ളവരുടെ നേരിടേണ്ടി വരുന്ന പീഡനങ്ങളുടെ ഒരു ചിത്രമാണ് ഇന്ത്യ രാജ്യത്തുടനീളം അദ്ദേഹത്തിന്റെ അറിവിൽ നിന്ന് അദ്ദേഹം പങ്കുവച്ചത്. അതിനെ കേവലമായിട്ട് പറയാനൊക്കെ പ്രശ്നമാണ്. പിന്നെ രേണുകേന്ദ്രനാണ് ഇപ്പൊ വിളിക്കുന്നത്. രേണുക DYFIയുടെ പ്രശ്നം ഉണ്ടായപ്പോ 3 കുട്ടിയെ ചല്ലിച്ചത് ഇവിടെ വിഷയമാക്കിയില്ല. നിങ്ങൾ പറഞ്ഞോളൂ, അതൊന്നും എനിക്ക് ഒരു വിഷയവുമില്ല, ഞാൻ എതിർക്കാനും വരില്ല. പക്ഷെ നമ്മളുടെ ന്യൂക്ലിയസ് എന്താണ് ചർച്ചയുടെ? അത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഇന്ത്യയിൽ രാജ്യവ്യാപകമായി നടക്കുന്ന അക്രമങ്ങളുടെ ഒരു പരമ്പരയുണ്ട്. 2014 ഞാൻ ഈ കമ്മീഷന്റെ ഡാറ്റാസ് ഒക്കെ വായിച്ചല്ലോ. അതുണ്ട്. അത് കേരളത്തിൽ കൂടുതലായി വരുന്നു എന്നുള്ള വിഷയമാണ് ന്യൂസ് ചർച്ചയ്ക്കെടുത്തത്. അതായത് ഇതിനകത്ത് രേണുവയ്ക്കുന്ന നാമകരണം എന്നതിൽ ഇതിനകത്ത് പ്രത്യേക താല്പര്യം. DYFIക്കാരൻ കൊണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാനത് കേൾക്കുകയും കാണുകയും ചെയ്തതാണ്. നിയമം നേരിടുന്നതാണ് അത്. അതിലൊന്നും ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല, ആരും അഭിപ്രായ വ്യത്യാസം പറയുകയുമില്ല. അങ്ങനെ ആരെങ്കിലും അഭിപ്രായ വ്യത്യാസം പറയുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഈ മനുഷ്യന്റെ കൂട്ടത്തിലല്ല ഗണിക്കുന്നത്. മറ്റൊരു കാര്യം, അപ്പോൾ ഈ പ്രശ്നം ഇതാണ്, എന്തുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ നിങ്ങൾ ഭയപ്പെടുത്തി ഭരിക്കാൻ വീണ്ടും 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 മുതിരുന്നു? അത് നിങ്ങൾക്കുണ്ടായ തിരിച്ചടിയുടെ ഭാഗമാണ്. അത് സംസ്ഥാനത്ത് മാത്രമല്ല, ദേശീയമായി തന്നെയുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ കാര്യങ്ങൾ സംസാരിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ ചിലത് തന്നെ സംസാരിച്ചോളും, മറ്റു അവസരത്തിൽ ആവുകയും ചെയ്യാം. ഇതാണ് പ്രാഥമികമായിട്ട് എനിക്ക് പറയാനുള്ളത്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഫാദർ വടക്കേക്കര, നോക്കൂ, ഇവിടെ ഇപ്പോ ഈ